ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. തുടർച്ചയായി മൂന്നാമത്തെ വേൾഡ് കപ്പിലും കളിക്കാൻ ഭാഗ്യമില്ലാതെ പോവുകയാണ് യൂറോപ്യൻ കരുത്തരായ ഇറ്റലി. നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ നടന്ന യോഗ്യതാ മത്സരത്തിൽ ബോസ്നിയയോട് അവർ പരാജയപ്പെട്ടു. അങ്ങനെയാണ് അവർക്ക് യോഗ്യത ലഭിക്കാതെ പോയത്. ഇത് ഫുട്ബോൾ ആരാധകർക്ക് ഒരൽപ്പം നിരാശ നൽകിയ കാര്യമായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. റിപ്പബ്ലിക്ക എന്ന മാധ്യമമാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബോസ്നിയക്കെതിരായ മത്സരത്തിന് മുന്നേ ഇറ്റാലിയൻ താരങ്ങൾ ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷനോട് ബോണസ് ആവശ്യപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് വേൾഡ് കപ്പിന് യോഗ്യത നേടിക്കഴിഞ്ഞാൽ ഓരോ താരങ്ങൾക്കും 10,000 യൂറോ വീതം ബോണസ് ആയിക്കൊണ്ട് നൽകണം എന്നാണ് ഇറ്റാലിയൻ താരങ്ങൾ ഫെഡറേഷനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഫെഡറേഷൻ ഈയൊരു റിക്വസ്റ്റ് നിരസിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മത്സരത്തിന് മുന്നേയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. മത്സരത്തിൽ പരാജയപ്പെട്ടുകൊണ്ട് ഇറ്റലിക്ക് യോഗ്യത നേടാൻ സാധിക്കാതെ പോവുകയും ചെയ്തു. ഇതിപ്പോൾ വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുണ്ട്. കാരണം പണത്തിന് വേണ്ടി മാത്രമാണോ ഈ താരങ്ങൾ കളിക്കുന്നത് എന്ന ഒരു സംശയം ഇപ്പോൾ പലർക്കും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ദേശീയ ടീമിനോട് ബോണസ് ചോദിക്കുന്നതൊക്കെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സ്വന്തം രാജ്യത്തോടുള്ള താരങ്ങളുടെ ആത്മാർത്ഥതയും കമ്മിറ്റ്മെന്റും എവിടെ പോയി എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഏതായാലും ഇറ്റലിക്ക് യോഗ്യത നേടാൻ സാധിച്ചതുമില്ല. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.